വെൽക്കം ടു അലാമി കിച്ചൺ. ഇന്ന് നമുക്ക് ഡോണറ്റ്സിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം ഈസ്റ്റ് ഒന്ന് കലക്കി വെക്കണം. ഞാനിവിടെ 1/2 കിലോ പൊടിയാണ് എടുത്തത്, മൈദയാണ് എടുത്തത്. അതിനുവേണ്ടി 2 ടീസ്പൂൺ ഈസ്റ്റാണ് നമുക്ക് വേണ്ടത്. അതൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ റൂം ടെമ്പറേച്ചറിൽ നിന്നും കുറച്ച് മാറിയിട്ട് ലൈറ്റായിട്ടുള്ള ഇളം ചൂടുള്ള പാലിൽ അതൊന്ന് കലക്കി വെക്കണം. പാലിൽ ചൂട് കൂടാനേ പാടില്ല, പിന്നെ ഈസ്റ്റ് നമുക്ക് ഫെർമെൻ്റായിട്ട് വരില്ല. അതുകൊണ്ട് ലൈറ്റ് ചൂടിലുള്ള ഈസ്റ്റ് പാലാണ് നമ്മൾ ചേർക്കേണ്ടത്. എന്നിട്ട് കലക്കിയിട്ട് അവിടെ വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കിലോ പൊടി എടുക്കാം. 1/2 കിലോ എന്ന് പറയുമ്പോൾ നാഴിലെടുക്കുമ്പോൾ 2 നാഴി ഉണ്ടാവും. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, പിന്നെ വേണ്ടത് 50 ഗ്രാമോളം ബട്ടറാണ്. ബട്ടറും നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ആക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കാം. അതൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതിൽ ചേർക്കേണ്ടത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഈസ്റ്റാണ്. അപ്പോൾ ഈസ്റ്റും കൂടിയും ചേർത്തതിന് ശേഷം നമുക്കിത് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പാലിന് അങ്ങനെ പ്രത്യേകിച്ചിട്ട് കണക്കൊന്നുമില്ല. നമ്മളെ മാവ് ഒരു അധികം ടൈറ്റും അല്ല ലൂസും അല്ലാത്തൊരു പാകത്തിന് വേണം കുഴച്ചെടുക്കാൻ. ആ ഒരു പാകത്തിൽ പാലൊഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. പാൽ തന്നെ ഒഴിച്ചിട്ട് കുഴക്കുന്നതാണ് ഡോണറ്റ്സിന് നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ. പാലും അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു നനഞ്ഞൊരു ക്ലോത്ത് വെച്ചിട്ട് നമുക്കതൊന്ന് അടച്ചിട്ട് 1 മണിക്കൂർ വെക്കാം. ആ സമയം കൊണ്ട് ഇത് ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും കൂടി കൈവച്ചിട്ട് സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് കുഴച്ച് ഒന്നും കൂടി അതുപോലെ പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ടോട്ടൽ ഏകദേശം ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് 2 പ്രാവശ്യം ഇത് പൊങ്ങി വരും. അപ്പോൾ നല്ല ഈസ്റ്റലാണെങ്കിൽ നമുക്ക് ഒരു 1-1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡോണറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈസ്റ്റ് എടുക്കുമ്പോൾ അതുപോലെ ശ്രദ്ധിക്കുക, നമ്മൾ നല്ല ഈസ്റ്റ് തന്നെ ഫെർമെൻ്റ് ആകുന്ന ഈസ്റ്റ് തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഡോണറ്റ്സ് ഒട്ടും ശരിയായി കിട്ടില്ല. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു 2 ബൗൾസാക്കി മാറ്റുന്നുണ്ട്. അതിന് ശേഷം മൈദ ഇട്ടിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നല്ല ഇത്രയൊരു തിക്നെസ്സിൽ വേണം, ഒരു 1/2 ഇഞ്ചിൻ്റെ തിക്നെസ്സിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. ഡോണറ്റ്സ് കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം, അതാണ് കുറച്ചും കൂടി ഈസി. അല്ലെങ്കിൽ ഇതുപോലെ ഷാർപ്പ് എഡ്ജായിട്ടുള്ള എന്തെങ്കിലും ഒരു മൂടിയോ ഗ്ലാസ്സോ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ സെൻറ്ററിൽ കട്ട് ചെയ്യാൻ ചെറിയ മൂടി ഉണ്ടെങ്കിൽ ചെറുതെടുക്കാം. ഞാനിപ്പോൾ പൈപ്പിംഗ് നോസിലിൻ്റെ ആ ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വലിയ സൈസാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ആദ്യം ഗ്ലാസ് വെച്ച് കട്ട് ചെയ്യാം, പിന്നെ നടുക്ക് ആ നോസിൽ വെച്ചിട്ട് അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. എൻ്റെ അടുത്തുള്ള കട്ടർ വരുന്നത് ലാർജ് സൈസിലുള്ള ഡോണറ്റ്സിൻ്റെ ആണ്. അപ്പോൾ അത്രയും വലുതാക്കിയിട്ട് ഉണ്ടാക്കുന്നില്ല, സ്മോൾ സൈസിൽ, അതായത് ഒരു മീഡിയം സൈസിലാണ് ഡോണറ്റ്സ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിതെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു ബട്ടർ പേപ്പറിൽ നന്നായിട്ട് മൈദ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഡോണറ്റ്സ് അതിലേക്ക് എടുത്ത് വെക്കാൻ. കാരണം അല്ലെങ്കിൽ ബട്ടർ പേപ്പറിൽ ഒട്ടിയിട്ട് നമുക്ക് എടുക്കുന്ന സമയത്ത് അതിൽ ഒട്ടിപ്പിടിച്ചിട്ട് അതിൻ്റെ ഷേപ്പെല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നന്നായിട്ട് തന്നെ മൈദ ഇട്ട് കൊടുത്തിട്ട് ഓരോന്നാക്കിയിട്ട് നമുക്ക് ബട്ടർ പേപ്പറിൽ എടുത്ത് വെക്കാം. നമ്മൾ ഇത് ഷേപ്പാക്കി എടുത്തതിന് ശേഷം ബാക്കിയുള്ള മാവും നമുക്കതുപോലെ സോഫ്റ്റാക്കി കുഴച്ച് ഇതുപോലെ പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ മിനി ഡോണറ്റ്സിൻ്റെ ആ ഒരു ലെവലിൽ ആ ഒരു സൈസിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് കുക്കീസ് കട്ടറിലും ചെറുതുണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്യാം. അതുപോലെ നോസിലിൻ്റെ ആണെങ്കിൽ ചെറിയ നോസിലിൻ്റെ ഇത് ബാക്ക് വശം വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ മിനി ആകുമ്പോൾ നമുക്ക് ഉള്ളിലത്തെ ആ റൗണ്ടും ചെറുതായിട്ട് തന്നെ വേണ്ടുള്ളൂ. അപ്പോൾ മിനി ആണെങ്കിൽ ഈ ഒരു സൈസിലാണ് വരാൻ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗ്ലാസ്സോ ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മിനിയാണ് നമുക്ക് കാണാൻ കുറച്ചും കൂടിയും ഭംഗി. അതുപോലെ ഫങ്ഷനെല്ലാം നമ്മൾ റെഡിയാക്കുമ്പോൾ ലാർജും
ലാർജ് റെഡിയാക്കുന്നതിൽ നല്ലത് ഇതുപോലെ മിനി ഡോണറ്റ്സ് അതുപോലെ മീഡിയം സൈസിലുള്ള ഡോണറ്റ്സെല്ലാം റെഡിയാക്കി എടുക്കുന്നതായിരിക്കും. അടുത്ത കാണിക്കുന്നത് നമ്മൾ പരത്തി എടുക്കാണ്ട് ഇതുപോലെ മാവ് ബോൾസ് ആക്കി എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെൻട്രൽ ഭാഗം നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തിട്ട് വെക്കുന്ന ആ ഒരു മോഡലാണ്. പക്ഷേ ഇതിനേക്കാളും നമുക്ക് ഈസി പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇതാവുമ്പോൾ വേസ്റ്റ് പീസൊന്നും വരില്ല, നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നതൊന്നും വരില്ല. ആ സെൻറ്ററിലുള്ള ആ ഭാഗം മാത്രമേ വരും വേസ്റ്റായിട്ട്. അപ്പോൾ ഇതിൽ ഈസി നമുക്ക് പരത്തി ചെയ്യുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ കട്ടറൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ നമ്മൾ ഒരു 10-15 മിനിറ്റെങ്കിലും നമ്മളിത് ഇതുപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം വെച്ചിട്ട് മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം അതൊന്ന് ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് പൊങ്ങി വരാനുണ്ട്. ആ ഒരു ലെവലിൽ വന്നതിന് ശേഷമാണ് നമ്മൾ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ആ ഒരു സമയം നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ഇത്രയും സമയം നമുക്ക് കാത്ത് നിൽക്കേണ്ട. കാരണം നമ്മൾ ആദ്യം ഷേപ്പ് ചെയ്ത് വെച്ചതെല്ലാം ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കഴിയുമ്പോഴത്തേക്കും ആദ്യത്തെല്ലാം പൊങ്ങി വന്നിട്ട് റെഡി ആയിട്ടുണ്ടാവും ഫ്രൈ ചെയ്യാനായിട്ട്. ഇനി എണ്ണയിലിടുന്ന സമയത്താണെങ്കിലും നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് ഫ്രൈ ചെയ്യരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും എല്ലാ സപ്പോർട്ടും ചെയ്യണം. ആരും മറന്നു പോകരുത്. ഇതിലിപ്പോൾ ഡോണറ്റ്സിൻ്റെ റെസിപ്പി മാത്രമാണ് കാണിക്കുന്നത്. ഇതിന് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഡോണറ്റ്സിൽ കൊടുക്കുന്ന ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യുന്നതും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നതും ചോക്ലേറ്റിൻ്റെ ഡിസൈൻസും കളർ ആഡ് ചെയ്യുന്നതും എല്ലാം കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും അതൊന്ന് കാണണം. അധികം ഡാർക്കാകാൻ നിൽക്കണ്ട നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. ഇതിപ്പോൾ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് കൂടുതൽ ഡാർക്ക് കളർ കാണുന്നത്. അപ്പം ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ കോരി മാറ്റാം. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റാണ് ഈ ഒരു റെസിപ്പിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഡോണറ്റ്സ് ചെയ്തിട്ട് ശരിയാകാത്തവരുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ്, നമുക്കത് കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും, ഉള്ളെല്ലാം നല്ല പഞ്ഞി പോലെ ഉണ്ടാവും, നല്ല സോഫ്റ്റാണ്. ഇതുപോലത്തെ ഡോണറ്റ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.